ഹായ്, ഞാൻ അഡ്വക്കേറ്റ് പി മുനീർ, മഞ്ചേരി. കച്ചേരി എന്ന നമ്മുടെ ഈ പംക്തിയിലൂടെ പല വിഷയങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പവർ ഓഫ് അറ്റോർണി അഥവാ മുക്തിയാർ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ കോൺട്രാക്റ്റ് ആക്റ്റിലാണ് മുക്തിയാർ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി എന്ന വിഷയം ചർച്ച ചെയ്യുന്നത്. ആയത് ഏജൻസി എന്ന ഭാഗത്താണ് വിശദീകരിക്കുന്നത്. മേൽഭാഗത്ത് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ട ഏതെങ്കിലും കേസ് നടത്തുന്നതിന് അല്ലെങ്കിൽ ഒരു വസ്തു രജിസ്ട്രേഷന് അല്ലെങ്കിൽ ഏതെങ്കിലും കേസിന് ഹാജരാവുന്നതിന് ഒക്കെ മുക്തിയാർ ആവശ്യമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുക്തിയാർ പൂർണ്ണമായും ആർക്കൊക്കെ കൊടുക്കാം എന്നത് ഏജൻസിയിൽ ഇന്ന ആൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ആർക്കും ഒരു വ്യക്തിക്ക് ഏജന്റായി അതായത് ഏജൻസി ആയി ആരെയും ഏർപ്പാടാക്കാം, ഏൽപ്പിക്കാം എന്ന് തന്നെയാണ് നിയമം പറയുന്നത്. എന്നാൽ നമ്മൾ ഒരു വസ്തു രജിസ്ട്രേഷനുമായി വരുമ്പോൾ ഈ മുക്തിയാർ നൽകുന്നത് സാധാരണയായി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മകൾ, മകൻ, ഇങ്ങനെ നേരിട്ടുള്ള ബന്ധങ്ങൾ, സഹോദരി, സഹോദരന്മാർ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് മുക്തിയാർ സാധാരണയായിട്ട് നൽകാറുള്ളത്. ഏജൻസി എന്ന ഭാഗത്ത് കോൺട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്കും ഏജൻസി നൽകാം, മുക്തിയാർ നൽകാം, പവർ ഓഫ് അറ്റോർണി നൽകാം. ഇതാണ് നിയമം പറയുന്നത്. എന്നാൽ മേൽപ്രകാരം കുടുംബ ബന്ധുക്കൾക്ക് മാത്രം സ്വാഭാവിക രീതിയിൽ ഇവിടെ നടക്കുന്നതിലപ്പുറം പുറത്തുള്ള ആളുകൾക്ക് ഏത് രീതിയിൽ ഏജൻസി നൽകാം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. പുറത്തുള്ള ആളുകൾക്ക് നിയമപരമായിട്ട് യാതൊരു എതിർപ്പും ഇല്ല. പക്ഷെ സ്റ്റാമ്പ് ആക്ട് പ്രകാരം സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടതുണ്ട്. അതിന് നമ്മൾ മുക്തിയാർ തയ്യാറാക്കിയതിന് ശേഷം ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഈ വിഷയത്തിൽ അഡ്ജുഡിക്കേഷൻ ചെയ്തതിന് ശേഷം ഈ മുക്തിയാർ വാലിഡിറ്റി നൽകുന്നതാണ് പതിവ്. അതിലൂടെയാണ് ഇപ്പോൾ നടന്നു വരുന്ന പുറത്തുള്ള ആളുകൾക്ക് മുക്തിയാർ ചെയ്തു നൽകുന്നത്. ഇവിടെ ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഈ ഭാഗം ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് എന്നുമുള്ള സംശയമാണ്, ഏജൻസി ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ, പ്രിൻസിപ്പൽ ഏജന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏജന്റിന് മറ്റൊരാൾക്ക് ഏജൻസി നൽകാൻ കഴിയുമോ അല്ലെങ്കിൽ മുക്തിയാർ കൈമാറാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാവുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഡെലിഗേറ്റസ് നോൺ പ്രൊട്ടസ്റ്റ് ഡെലിഗേർ എന്ന വാക്യമാണ് അതിന് ഉപോത്ബലകമായിട്ടുള്ളത്. അത് പ്രകാരം ഒരു ഏജൻസിക്ക്, ഒരു ഏജന്റിന് മറ്റൊരാളെ ഏജന്റ് ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതിലപ്പുറം ഒരു വ്യവസ്ഥ നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ ഇല്ല. ഇനി നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് ഒരു മുക്തിയാർ എങ്ങനെ പിൻവലിക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ പൂർത്തീകരണം, എങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത് എന്നതാണ്. ഒരു വ്യക്തിക്ക് മുക്തിയാർ നൽകിയ വ്യക്തിക്ക് അവർക്ക് രജിസ്റ്റേർഡ് പ്രകാരമോ അല്ലെങ്കിൽ നേരിട്ട് റിസീവ് ചെയ്യുന്ന രീതിയിലോ നോട്ടീസ് നൽകി ഈ മുക്തിയാർ പിൻവലിക്കാവുന്നതാണ്. മറ്റൊരു രീതി എന്നാൽ എന്താണോ മുക്തിയാർ കൊണ്ട് ഉദ്ദേശിച്ചത്, എന്ത് നടപ്പാക്കാനാണോ മുക്തിയാർ കൊണ്ട് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം നടപ്പായി കഴിഞ്ഞാൽ ഈ മുക്തിയാറിൻ്റെ സമയം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ
മുക്തിയാർ നൽകിയ വ്യക്തി മരണപ്പെടുകയോ അല്ലെങ്കിൽ മുക്തിയാർ നൽകപ്പെട്ട വ്യക്തി മരണപ്പെടുകയോ ചെയ്താലും മുക്തിയാർ ക്യാൻസൽ ആവുന്നതാണ്. മേൽ വിവരിച്ചതിലൂടെ പവർ ഓഫ് അറ്റോർണി അല്ലെങ്കിൽ മുക്തിയാർ എന്ന വിഷയത്തിൽ ഒരു ചെറിയ വിശകലനം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ വിട പറയുകയാണ്. വീണ്ടും മറ്റൊരു പങ്ക്തിയിൽ നമുക്ക് കാണാം. മറ്റു വിഷയവുമായി. ജയ് ഹിന്ദ്, നമസ്കാരം.